നവനീതേട്ടാ ഇത് ബദാം കായയാണോ? അല്ലടാ, ഇത് ബദാം കായ അല്ല കേട്ടാ. ഈ കാണുന്നതാണ് കരിങ്ങോട്ട. എടാ ശരിക്കുവേ നമ്മുടെ ഈ കരിങ്ങോട്ട മരമുണ്ടല്ലോ, പണ്ട് കാലത്ത് നമ്മൾ മെതിയടി യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ചെരുപ്പുകളില്ലാത്തൊരു കാലത്ത് നമ്മൾ മെതിയടി യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മെതിയടി യൂസ് ചെയ്ത സമയത്ത് വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ കരിങ്ങോട്ടയുടെ തടി കൊണ്ടുണ്ടാക്കിയ മെതിയടി, ആ മെതിയടി യൂസ് ചെയ്യുമ്പോൾ അവരുടെ വാതരോഗം വളരെ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ കരിങ്ങോട്ടയുടെ ഈ വിത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ വാദസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ ദിവ്യൌഷധമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ വേറൊരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കരിങ്ങോട്ടയുടെ ഇല ഇവിടെ കുറേ വീണ് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ ഇലകളും ഇതുപോലെയാണ്, ചെതിൽ പിടിക്കില്ല. നമ്മളീ പറയുന്ന നിലത്ത് വീണ് അഴുകിപ്പോകുന്നൊരു പ്രക്രിയ ഇതിൽ അത്രയും എളുപ്പത്തിൽ നടക്കില്ല. ഇങ്ങനെയായിട്ട് കിടക്കുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള എല്ലാ ഇലകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലുള്ള ചില ആൽക്കലോയിഡുകൾ ചെതലിനെ പരിപൂർണമായിട്ട് തടയും. അപ്പോൾ പണ്ട് കാലത്ത് ഓല വീടുകളുള്ള സമയത്ത്, കഴുക്കോലൊക്കെ കെട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഇല കൂട്ടി വെച്ചിട്ട് അന്ന് കെട്ടെന്ന് പറയപ്പെടുന്നു. കാരണം ചെതൽ ഇതിനെ അറ്റാക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഓട് വീടുകളുടെ കട്ടളപ്പടിയുടെയൊക്കെ അടിയിൽ ഇതിൻ്റെ ഇല ഉണങ്ങി ഇതിങ്ങനെ പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ടള വെക്കാറുണ്ട്. ഉള്ള ഉദ്ദേശം ഒന്ന് തന്നെയാണ്, കാരണം ചെതലിനെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുക. ഇപ്പോൾ ഇത് ഫ്ലവർ ചെയ്യുന്നൊരു ടൈമല്ല, ജനുവരി മാസമൊക്കെയാണ് ഇത് നിറയെ ഫ്ലവർ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് പൂങ്കൊലകളായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഞാന്ന് കെടുക്കുകയാണ്. അതിനുശേഷം അത് കായായിട്ട് മാറും. ഇതിനൊരു പൂക്കാലൊന്നുമില്ല, പക്ഷേ ആ ജനുവരി മാസമാണ് ഇതിന് കൂടുതലായിട്ട് പൂക്കൾ നമ്മൾ കാണുന്നത്.